ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽഫബറ്റ് സീരീസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ ആൽഫബറ്റ് സീരീസിലെ ലെറ്റർ സീരീസ് എന്ന ടോപ്പിക്കാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഡിസ്കഷനിൽ എന്താണ് ലെറ്റർ സീരീസ് എന്നും ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ സെഷനിൽ ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ലെറ്റർ സീരീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നാണ്. സോ ലെറ്റർ സീരീസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഒരു സീരീസാണ്. അപ്പോൾ അതും ആൽഫബറ്റ് സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. ആൽഫബറ്റ് സീരീസിൽ തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, പല ലോജിക്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ലെറ്റർ സീരീസിൽ ഒരു കൂട്ടം അക്ഷരങ്ങൾ തന്നിട്ടുണ്ടാകും. ആ അക്ഷരങ്ങൾ പുതിയ അക്ഷരങ്ങളൊന്നുമില്ലാതെ ആ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് ബിൽഡ് ആയി വരുന്ന സീരീസിനെയാണ് നമ്മളിവിടെ ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ABCD എന്നൊരു ലെറ്റർ ക്ലസ്റ്റർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയി പോകുന്നു എന്ന് കരുതുക. സോ ABCD വീണ്ടും അതേപോലെ തന്നെ ABCD വീണ്ടും ABCD ഇങ്ങനെയൊരു ലെറ്റർ ക്ലസ്റ്റർ കിട്ടിയെന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഞാൻ അത് തന്നെ ഒന്നുകൂടി എഴുതുന്നുണ്ട്. ABCD വീണ്ടും ABCD. അപ്പോൾ ഇനി നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ഇവിടെ തന്നിട്ടുണ്ടാവുക ഏതെങ്കിലുമൊക്കെ ആൽഫബറ്റ്സ് ഇവിടെ മിസ്സിംഗ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ട് വരുന്ന ആൽഫബറ്റ്സിൻ്റെ സ്ഥാനത്ത് കുറേ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഡാഷ്ഡ് ലൈൻസോ ഒക്കെ തന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ സീരീസിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മളിവിടെ ലെറ്റർ സീരീസ് ആയിട്ട് പറയുന്നത്. സോ ഇവിടെ കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ടാകും. അതിനെ നിങ്ങൾ ഇതുപോലെയൊരു സീരീസ് ഫോം ചെയ്യുന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതിനെയാണ് നമ്മൾ ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് A-CD -BCD AB-D എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു -CD യും അതുപോലെ ഇവിടെ ഒരു BCD ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാം ഇവിടെ വരുന്നത് B ആയിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഒരു -BC ഉണ്ട്, ഇവിടെ ഒരു ABC ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് A ആയിരിക്കും. വീണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു B-D, ഇവിടെയും BCD ആണ്. അപ്പോൾ ഇവിടെ BCD ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് യാതൊരു ലോജിക്കും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവസാനം ഓപ്ഷൻസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതും ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ധാരാളം എക്സാമ്പിൾസിലൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. AC-G A-E G-CE. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ AC-G തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ A-EG യും പിന്നെ -CE തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് സോൾവ് ചെയ്യുക? നമ്മളിപ്പോൾ പറഞ്ഞ അതേ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സോൾവ് ചെയ്ത് നോക്കാം അല്ലേ. സോ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക എല്ലാവരും. ഇവിടെ C-G തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഒരു EG ആൻഡ് ഡാഷ് ആണ് അല്ലേ. ഇവിടെ Gക്ക് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് എന്താണ്? E ആണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെ ആവാനാണ് സാധ്യത? E വരാനാണ് സാധ്യത. ഓക്കെ, വീണ്ടും അടുത്തതിലേക്ക് ശേഷം വന്നിരിക്കുന്നത് C ആണ്. അപ്പോൾ ഇവിടെ C വരാൻ സാധ്യതയുണ്ട്. അടുത്തതിൽ Gക്ക് ശേഷം ഇവിടെ A ആണ്. അപ്പോൾ ഇവിടെയും വന്നിരിക്കുന്നത് അത് തന്നെയാണ്. സോ ഇവിടെ ACEG വീണ്ടും ACEG ആണല്ലേ. സോ ACEG അതിനുശേഷം വീണ്ടും ACEG ആൻഡ് ACEG എന്ന് പറയുന്ന രീതിയിലാണത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. സോ ECA എന്ന് പറയുന്നതാണ് ശരിയുത്തരമായിട്ട് വരിക അല്ലേ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഇതായിരിക്കും. EC, അതായത് ഇവിടെ ഒരു ഗ്യാപ്പും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ G തന്നെ വരും. സോ ECAG ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം -OPQ N-PQ NO-Q NOP-. ഇതാണ് ചോദ്യം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഇവിടെ -OP ആണ് തന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ഒരു ഡാഷ് വന്നിരിക്കുന്നത് എവിടെയാണ്? NOP ആണ്. അപ്പോൾ ഇവിടെ N ആയിരിക്കും വരിക. ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ രണ്ടിടത്തും O ആണ്. സോ നമുക്ക് ഇവിടെ O സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ NOPQ ആൻഡ് NOPQ ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ശരിയുത്തരം ഏതായിരിക്കും? NOPQ എന്ന് പറയുന്നത് തന്നെയായിരിക്കും. ഇവിടെ നിന്ന് NOP ആൻഡ് Q വന്നിരിക്കുന്നത് ഏതിലാണ്? Bയിലാണ്. സോ ഓപ്ഷൻ നമ്പർ B ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും
ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് എ ബി ഡാഷ് ഡബിൾ എ ഡാഷ് ട്രിപ്പിൾ എ ഡാഷ് എ ഡാഷ് എ ബി ഡാഷ് എ, ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക എല്ലാവരും. എല്ലാ ഓപ്ഷനും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഈ ഓപ്ഷനിൽ ലെറ്റേഴ്സും എന്തായാലും കൂടുതലുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റായിരിക്കും. ഇതിനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്പർ ഓഫ് ആൽഫബറ്റ്സ് ഇവിടെ കൂടുതലാണ് അല്ലേ. ഇനി ബാക്കി എവിടെയെങ്കിലും കോമൺ ആയിട്ട്, ഇവിടെ രണ്ടാമത് എല്ലാത്തിലും കോമൺ ആയിട്ട് ബി ആണ്. അപ്പോൾ ബീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ വേറെ വേറെയാണ്, ഇവിടെ എല്ലായിടത്തും എ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇതാ എ ബി എ എ, വീണ്ടും എ ബി എ എ ആണ് അല്ലേ. സോ ഇതാ ഇവിടേക്ക് ഒരു എ ബി എ എ, എ ബി എ എ, അങ്ങനെ വരുമ്പോൾ ഇവിടേക്ക് വീണ്ടും എ ബി എ എ ആൻഡ് എ ബി എ എ ആണ് ആൻസർ ആയിട്ട് വരിക അല്ലേ. സോ ഇതാ എ ബി എ എ, വീണ്ടും ഇവിടേക്ക് എ ബി എ എ, അതിനുശേഷം വീണ്ടും എ ബി എ എ, ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് എ, നെക്സ്റ്റ് ബി, വീണ്ടും ബി, എ ആൻഡ് എ ആണ് ആൻസർ വരിക അല്ലേ. സോ ദ എ ബി ബി എ ആൻഡ് എ ആണ് ആൻസർ. എ ഡബിൾ ബി ഡബിൾ എ, ഡബിൾ ബി എ ബി അല്ല, എ ബി ട്രിപ്പിൾ എ അല്ല, എ ഡബിൾ ബി ഡബിൾ എ വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ഡി ആണ്. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് ഇവിടെ സെലക്ട് ദി കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വിൻ പ്ലേസ്ഡ് സീക്വൻഷ്യലി ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഗിവൻ ലെറ്റർ സീരീസ് വിൽ കംപ്ലീറ്റ് ഇറ്റ്. എ ബി, അതിനുശേഷം 3 ഡാഷ്, വീണ്ടും ബി സി എ, അതിനുശേഷം 2 ഡാഷ്, വീണ്ടും എ സി ബി, 3 ഡാഷ്, എ എ സി, പിന്നെയും 2 ഡാഷ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എ ബി, അതിനുശേഷം ഇവിടെ 3 ഡാഷ് ഉണ്ട്, ഇത് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് 2 ഡാഷാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു ടേം എൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല, ഈ സൈഡിൽ നോക്കുമ്പോൾ ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നമുക്കറിയില്ല അല്ലേ. അതിന് എത്ര ലെറ്റേഴ്സ് ഉള്ള ടേമാണ് റിപ്പീറ്റ് ആവുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുക, ഇവിടെ ഇവിടെ ഒരു സി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സി വന്നിട്ട് അതിനുശേഷം 2 ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ഇത് എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എത്ര ലെറ്റേഴ്സ് കിട്ടും, ഇവിടെ നമുക്ക് കിട്ടുന്നത് 1 2 3, മൂന്നാമത് സി വരുന്ന രീതിയിൽ. അപ്പോൾ അത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത് മൂന്നാമത്തെ ലെറ്ററിൽ സി വരുന്ന രീതിയിലായിരിക്കും നമുക്ക് ഇവിടേക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. മൂന്നാമത് സി വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അതേപോലെ ഒരു സി വരണം. ഈ 3 ഗ്യാപ്പിൽ എവിടെയെങ്കിലും ഒരു സി വന്നിട്ടുണ്ടെങ്കിൽ എന്നാലാണ് ശരി ഉത്തരവുള്ളൂ. ഞാൻ പറയുന്ന ലോജിക്ക് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പം എ ബി സി എന്നാണെങ്കിൽ 3 ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുകയാണ്. അതേസമയം എ ബി സി ഡി എന്നാണെങ്കിൽ 4 ലെറ്റേഴ്സ് റിപ്പീറ്റ് ആവുകയാണ്. പക്ഷേ ഇത് എത്ര ലെറ്റേഴ്സാണ് റിപ്പീറ്റ് ആവുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് അവസാനിക്കുന്നത് ഈ റിപ്പീറ്റ് ആവുന്ന ടേം വെച്ചിട്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റിൽ നിന്ന് നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു സി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലാസ്റ്റിൽ നിന്ന് മൂന്നാമതൊരു സി വരണം എന്നുണ്ടെങ്കിൽ അത് ഇവിടെ എവിടെയെങ്കിലും വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഈ രണ്ട് ഓപ്ഷനിലും അത് വന്നിട്ടില്ല. അപ്പോൾ മറ്റതിൽ ഏതെങ്കിലും ആയിരിക്കും ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ 2 ഓപ്ഷൻസ് നമുക്കിവിടെ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കുക എല്ലാവരും. ആദ്യത്തെ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതിൽ 2 ഇവിടെ എ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എ കൊടുക്കാം. ഇനി 2 ഇവിടെ വീണ്ടും എ ആണ്. സോ ഇവിടെ എത്രാമത്തെയാണ്, 1 2 3 4 5, 1 2 3, ഇവിടെ വീണ്ടും എ ആണ് വന്നിരിക്കുന്നത്. ഇനി 2 ഇവിടെയും ബി സി, ഇവിടെയും ബി സി ആണ്. അപ്പോൾ ഇവിടെ 2 ബി സി ആണ്. സോ എ എ സി ബി സി എന്ന് പറയുന്നതാണ് ഇവിടേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഒരു ബി സി ഇവിടെ ഉണ്ട് അല്ലേ. സോ എ എ സി ബി സി ആണ് ഇവിടേക്കും വരുന്നത് അല്ലേ. ഇതാ നോക്കുക, എ എ സി ബി സി, വീണ്ടും എ എ സി ബി സി ആണ് ഇവിടേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. അപ്പോൾ എ എ സി ബി സി ഇവിടെ വരണം. സോ ദ എ എ സി ബി സി ഇവിടെയുണ്ട്, അതിൻ്റെ പുറകെ ഒരു എ ബി ഉണ്ട്. സോ എ ബി എ എ സി ബി സി ആണ് നമ്മുടെ ടേം. അപ്പോൾ ഇവിടെയും എ ബി ബി ആണ് കേട്ടോ, എ എ സി ബി സി വരും. വീണ്ടും ഇവിടെ എ ബി എ എ സി ബി സി വരും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ എ എ സി, അതിനുശേഷം ബി എ എ സി ബി എ ഉണ്ട്, നെക്സ്റ്റ് സി എ ബി ആൻഡ് ബി സി. അപ്പോൾ കറക്റ്റ് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇവിടെയല്ല,
സോ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ചോദ്യത്തിന് ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കാണ്, പക്ഷേ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോജിക്കൊന്നുമല്ല, ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടിയത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം GFE-IG -EII -FEI -GF-II ഇതാണ് നമ്മളുടെ ചോദ്യം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ലെറ്റേഴ്സ് എവിടെയെങ്കിലും റിപ്പീറ്റ് ആവുന്നുണ്ടോ നോക്കുക. പ്രത്യേകിച്ച് റിപ്പീറ്റ് ആവുന്നില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതാ ഇവിടെ ഒരു E-I ഉണ്ട്, ഇവിടെ EII ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ I വരാനാണ് സാധ്യത കൂടുതൽ, ഇവിടെയും I വന്നിട്ടുണ്ട്. മറ്റ് 2 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യുക. സോ IG വരാൻ സാധ്യതയുണ്ട്. രണ്ടിടത്തും ഇവിടെ Fഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേതിൽ രണ്ടും നമുക്ക് F കൊടുക്കാം. ലാസ്റ്റ് രണ്ടിടത്തും E ആണ്, അപ്പോൾ ഇവിടെ വീണ്ടും അങ്ങനെ തന്നെ കൊടുക്കാം. സോ GFEII ആണ് ഇവിടെ. ഇവിടെയും GFEII ഉണ്ട്, വീണ്ടും GFEII, വീണ്ടും GFEII ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ശരി ഉത്തരം എന്താണ്? GFEII എന്ന് പറയുന്ന ടേം ആണ് ആൻസർ വരുന്നത്. സോ GFEII ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണെന്ന് നോക്കാം. EFGIE ആണ്. സോ അല്ല, IFGIE ആണ്. IFGIE നമ്മുടെ തേർഡ് ഓപ്ഷൻ ആണ്. ഇവിടെ IFIGE അല്ല, GIE ആണ് വേണ്ടത് അല്ലേ. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം -OP -MO -N -PN MOP ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുക. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എമ്മിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എമ്മിനെ ഡയറക്റ്റ്ലി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി എവിടെയെങ്കിലും സെയിം ആയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, വേറെ ഒന്നും സെയിം അല്ല. അപ്പോൾ ഇവിടെ ഒരു MOP ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? MO-N ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? P തന്നെ വരണം. അപ്പോൾ ഇവിടെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ N വരണം. സോ MNP എന്ന് പറയുന്നതാണ് ശരി ഉത്തരമായിട്ട് വരിക. ഇവിടെയും MPN ആണ്, ഇത് രണ്ടും തെറ്റ്. അപ്പോൾ MOPN വീണ്ടും MOPN വീണ്ടും MOPN ആൻഡ് MOPN. അപ്പോൾ ഇതിലേതാണ് ശരി ഉത്തരമായിട്ട് വരിക? അങ്ങനെ വന്നിരിക്കുന്നത് MOPN. അപ്പോൾ ലാസ്റ്റ് MO ആൻഡ് N വരണം. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും അല്ലേ. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് AC-AB-BACA-ABA-A-CAC ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഏതെങ്കിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, എല്ലാം വേറെയാണ്. ഇവിടെ AC ഡാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ AC കഴിഞ്ഞ് A ആണ്, ഇവിടെയും AC കഴിഞ്ഞ് A ആണ് അല്ലേ. AC കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. സോ AC തന്നെയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെയും AC തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണ്? AC. ഇനി AB ഡാഷ് ഉണ്ട്, ഇവിടെ ABA തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ABA ഇടാം. സോ AC AB ഓക്കെ ഫൈൻ. AC അതിനുശേഷം AB വീണ്ടും AC വീണ്ടും AB ആൻഡ് AC ഇതാണ് നമ്മുടെ ടേം അല്ലേ. സോ ഇവിടെ ആദ്യം AC ആണ് ഫസ്റ്റ് റിപ്പീറ്റ് ആവുന്നത്, അതിനുശേഷം AB വീണ്ടും AC വീണ്ടും AB. അപ്പോൾ ഇങ്ങനെ അതാണ് റിപ്പീറ്റായി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് A നെക്സ്റ്റ് CB ആണ് ആൻസർ വരുന്നത്. സോ AACB നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനാണ്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ -MRQCT -PDM -Q -TS -MRQCT ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാം? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ കുറേ അക്ഷരങ്ങൾ മിസ്സിംഗ് ആണ് അല്ലേ. ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? എല്ലായിടത്തും D ലാസ്റ്റ് കോമൺ ആണ്. അപ്പോൾ നമുക്കിവിടെ D ആണ് ലാസ്റ്റ് കിട്ടുക അല്ലേ. ഇനി നെക്സ്റ്റ് പക്ഷേ D വേറെ എവിടെയും വന്നിട്ടില്ല. വേറെ ഒരു ഓപ്ഷനിലും D എവിടെയോ ഇല്ല തുടക്കത്തിലുണ്ട് അല്ലേ. രണ്ടാമത്തെ സ്ഥലത്തും എല്ലാ ഓപ്ഷനിലും D ആണ്. അപ്പോൾ ഇവിടെയും D വരും. ഇനി വേറെ ഏതെങ്കിലും കോമൺ ഉണ്ടോ? SRും എല്ലായിടത്തും കോമൺ ആണ്. SRനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. SRനെ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഇനി നെക്സ്റ്റ് വേറെ ഒന്നും കോമൺ അല്ല അല്ലേ, സി ഒന്നും ഇല്ല, വേറെ ഒന്നും കോമൺ അല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഡാഷ് ഡി എം ആണ്, അതുപോലെ ഇവിടെയും ഡാഷ് ഡി എം ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരണം, ഇതാ നോക്കുക, ഡാഷ് ഡി എം ആർ ക്യൂ സി ടി, അത് തന്നെയാണ് ഇവിടെയും ഡാഷ് ഡി എം ആർ ക്യൂ സി ടി കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒരേ ടേം വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് വരുന്ന അതേ അക്ഷരം തന്നെ ഇവിടെ സെക്കൻഡ് ലാസ്റ്റും വരണം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ രണ്ടും സെയിം ആണ്, രണ്ടാമത്തെ ഓപ്ഷനിൽ രണ്ടും വേറെയാണ്, ഈ ഓപ്ഷനിൽ രണ്ടും സെയിം ആണ്, ഇതിലും രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ പി വരണം അല്ലെങ്കിൽ ആറ് വരണം. മറ്റ് രണ്ട് ഓപ്ഷൻസിലും ഇവിടെ അങ്ങനെയാണ് തന്നേക്കുന്നത് അല്ലേ. ഇനി നോക്കുക, ഇവിടെ ക്യൂ സി ടി എസ് ആണ്, ഇവിടെ ക്യൂ ഡാഷ് ടി എസ്. അപ്പോൾ ഇവിടെ ഏത് വരണം, ടി സി തന്നെ വരണം അല്ലേ. അപ്പോൾ ഇവിടെ സി വന്നിട്ടുണ്ട്, ഇവിടെ സി വന്നിട്ടുണ്ട്, ഇവിടെ അതെല്ലായിടത്തും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതിൽ ആറും ആറും ഒക്കെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാത്രം വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ബാക്കി സി ടി വരെയുള്ളത് നോക്കുക, സി ടി, അതിനുശേഷം ഇവിടേക്ക് സി ടി നോക്കാം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഡി എം ആർ ക്യൂ സി ടി ആണ് അല്ലേ. ഇവിടെയും എസ് പി ഡി എം ആർ ക്യൂ സി ടി, ഇവിടെയും എസ് പി ഡി എം ആർ ക്യൂ സി ടി വരണം. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരണം, ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെയും എസ് പി ഡി എം ആർ ക്യൂ സി ടി, ഇവിടെയും എസ് പി ഡി എം ആർ ക്യൂ സി ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയ ലെറ്റർ പി ആണ് ഇവിടേക്ക് വരുന്നത് അല്ലേ. സോ പി നമ്മുടെ ഓപ്ഷനിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, ഇല്ല, ഇവിടെ ഈ ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഏത് തന്നെ വരണം, പി ഡി എം ആർ ക്യൂ സി ടി ആണ് വന്നിരിക്കുന്നത്. ഇവിടേക്കും നമുക്ക് തന്നിരിക്കുന്നത് സെയിം രീതിയിലാണ് അല്ലേ തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതായിരിക്കും നമുക്ക് ഇവിടേക്ക് കിട്ടുക, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ ഇതും ഒഴികെ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പി ഡി എസ് ആർ, ഇത് ബിയും സിയും. ഓക്കെ, ഈ ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സി ആണ്, സി ടി ആണ് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പി ഡി എം ആർ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പി ഡി എം ആർ ക്യൂ സി ടി, അതിനുശേഷം എസ്സും കൂടി ഉണ്ട്, വീണ്ടും പി ഡി എം ആർ ക്യൂ സി ടി എസ്, പി ഡി എം ആർ ക്യൂ സി പി ഡി എം ആർ ക്യൂ സി ടി, ഇത്രയും ആണ് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്, ആദ്യം എസ്, ഇതിൽ എസ് വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഒരു അക്ഷരം മാത്രം കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതാണ്, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തതിൽ നിന്നും ആദ്യം പി ഡി വരണം, നെക്സ്റ്റ് എസ് വരണം, എസ് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ആറ് വരണം, അടുത്തത് സി വന്നിട്ടുള്ളത് ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റേതാണ് എടുക്കുന്നതെങ്കിലോ നമുക്കിവിടെ ആൻസർ ഏത് വരും, ഇവിടെയും നമുക്ക് ബി വരും അല്ലേ. അപ്പോൾ ബി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല, സി തന്നെ വന്നിട്ടുണ്ടെങ്കിലാണ്, കാരണം ബി വേറെ എങ്ങും വന്നിട്ടില്ല, സി മാത്രമാണ് റിപ്പീറ്റ് ആവുന്നുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റിൻ്റെ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അടുത്ത ചോദ്യം, ടി എസ് ഡബിൾ ഡാഷ് എൻ ക്യൂ ഡബിൾ ഡാഷ് എസ് ഡബിൾ എം എൻ ഡബിൾ ഡാഷ് എസ് ടി ഡാഷ് ഡബിൾ എം എൻ ഡാഷ് ക്യു എസ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുക നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്ത് നോക്കാം. സോ ഈ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എൻ, അതിന് ശേഷം ഒക്കെ എം ആണ്, പിന്നെ ഇങ്ങനെ എസ് ടി എല്ലായിടത്തും കോമൺ ആണ്, എസ് ടി ആൻഡ് എസ് ടി കോമൺ ആണ്. പിന്നെ വേറെ ഏതെങ്കിലും കോമൺ ഉണ്ടോ, ഇവിടെ ക്യൂവും എല്ലായിടത്തും കോമൺ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം എൻ എസ് ടി എൻ എസ് എൻ എം എൻ അതൊക്കെ വേറെ വേറെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എസ് ടി എല്ലായിടത്തും കോമൺ ആണ്, അതിനുശേഷം എൻ കഴിഞ്ഞിട്ട് ഒരു ക്യൂവും എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ടി എസ് എം ഡാഷ് ഡാഷ് ആണ് അല്ലേ. സോ ഇതാ വീണ്ടും നോക്കിക്കേ, ടി എസ് എം ഡാഷ് ഡാഷ്. അപ്പോൾ ഇവിടെ എന്ത് വരണം, ടി എസ് എം കഴിഞ്ഞിട്ട് ഇവിടെയും ഒരു എം എൻ വരണം അല്ലേ, എം എൻ, അതിനുശേഷം ക്യൂ, അതിനുശേഷം എൻ ക്യു എസ് ഉണ്ട്, വീണ്ടും ടി എസ് എം എം എൻ, അപ്പോൾ പിന്നെ എന്ത് വരണം, എൻ ക്യു എസ് വരണം, എൻ ക്യു എസ്, വീണ്ടും ടി എസ് എം എം, നെക്സ്റ്റ് എന്നിന് ശേഷം ഡബിൾ എമ്മിന് ശേഷം ഡബിൾ എൻ ക്യു എസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ടേം ഏതാണ്, ടി എസ് എം, അതിനുശേഷം ഒരു എം, പിന്നെ എൻ ക്യു എസ് ആണ് വരുന്നത്, വീണ്ടും ടി എസ് എം എം എൻ എൻ ക്യു എസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാ നമുക്ക് നോക്കാം. ഇവിടേക്ക് എം എൻ എസ് ടി എൻ ക്യു എസ് എൻ അല്ലേ. എം എൻ എസ് ടി ആദ്യം നോക്കാം. ഇത് എൻ എം ആണ്, ഇത് എം എം ആണ്, എം എൻ എസ് ടി ഉണ്ട്, ഓക്കെ രണ്ടിടത്തും. നെക്സ്റ്റ് എൻ ക്യു എസ് എൻ
ഇതുണ്ട് NQMN അല്ല. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇവിടെ -QR -SRQ -P -RS -R -P. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ എല്ലായിടത്തും P അല്ല, Qവും അല്ല, Rഉം അല്ല, Sഉം അല്ല, ഒന്നും കോമൺ ആയിട്ട് ഇവിടെ ഒന്നും തന്നെ കോമൺ ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ ഒരു -QR ഉണ്ട്, Qക്ക് മുമ്പ് ഇവിടെ ഒരു ഡാഷ് ഉണ്ട് അല്ലേ. ഇവിടെ അതുപോലെ ഏതെങ്കിലും വരുമോ? ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ Qവിന് മുമ്പ് ഇവിടെ R ആണ്. അപ്പോൾ ഇവിടെ Rന് മുമ്പ് ഏത് വരണം? അല്ല, Rന് മുമ്പ് Q ആണ്. അപ്പോൾ ഇവിടെയും Q വരണം. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയും Q വരണം. സോ സെക്കൻഡ് ലാസ്റ്റും തേർഡ് ലാസ്റ്റും Q വരണം. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് Q ആണോ വന്നിട്ടുള്ളത്? അല്ല, ഇവിടെ Q വന്നിട്ടില്ല. സെക്കൻഡും അപ്പോൾ അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇവിടെയും സെക്കൻഡ് ലാസ്റ്റ് ഇത് കറക്റ്റ് ആവുന്നില്ല അല്ലേ. അപ്പോൾ ആ ലോജിക്കിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലോജിക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി R-S ഉണ്ട്, അതുപോലെ ഇവിടെ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? Rന് ശേഷം ഇവിടെ ഡാഷ്, ഇവിടെ ഒരു സ്ഥലത്ത് Rന് ശേഷം Sഉം ഒരു സ്ഥലത്ത് Q ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഏതായിരിക്കും ശരിയുത്തരായിട്ട് വരാൻ സാധ്യത കൂടുതലുള്ളത്? ഇവിടെ Q ഉണ്ട്, ഇവിടെ RS ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരണം. ഒന്നെങ്കിൽ Q അല്ലെങ്കിൽ S വരണം അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും S ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും ആൻസർ വരില്ല, കാരണം Rന് ശേഷം P എവിടെയും വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട്. സോ ഇനി നമുക്ക് ഏതെങ്കിലും വീണ്ടും കോമൺ ആയിട്ടൊന്നും വന്നിട്ടില്ല. എല്ലായിടത്തും P കോമൺ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ PQR നമുക്കിവിടെ കിട്ടും. സോ PQRനെ നമുക്ക് ഇവിടെയും കിട്ടും, അതേപോലെ PQRനെ ഇവിടെയും കിട്ടിക്കൂടെ അല്ലേ. അപ്പോൾ തേർഡ് ലാസ്റ്റ് ഇത് വരണം, Q വരണം. സോ ഇത് വരില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തേർഡ് ലാസ്റ്റ് ഇവിടെ Q ഉണ്ട്, ഇവിടെയും Q ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിലും ലാസ്റ്റും ഇവിടെ Q തന്നെയാണ്. രണ്ടെണ്ണത്തിലും ഇവിടെ സെക്കൻഡ് അക്ഷരം S ആണ് തന്നേക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സോ PQRS, അതിനുശേഷം SR വീണ്ടും തന്നിട്ടുണ്ട് അല്ലേ, SRQ ആൻഡ് സംതിങ്, വീണ്ടും PQRS, അതിനുശേഷം വീണ്ടും SRQP വരണം അല്ലേ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക. സോ PSP QSQ ആണ് ആൻസർ. PSP QSQ ഓപ്ഷൻ നമ്പർ സി ആണ്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. അപ്പോൾ ഇത് ഇൻക്രീസ് ആവുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. PQRS SRQP, ഇതാ നോക്കുക, PQRS, അതിനുശേഷം SRQ ആൻഡ് P ആണ് വരിക. വീണ്ടും PQRS ആൻഡ് SRQP ആണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ നമ്പർ സി തന്നെയാണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ചോദ്യത്തിൽ M-N-M-R-R-N ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല, ഒന്നും കോമൺ ആയിട്ടില്ല. ഇവിടെ ഒരു M-N ഉണ്ട്, ഇവിടെ എമ്മിന് ശേഷം വന്നിരിക്കുന്നത് R ആണ് അല്ലേ. എമ്മിന് ശേഷം വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ R തന്നെ വരണം. അപ്പോൾ ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? MRN ആണ്. ഇനി N-M, എന്നിന് ശേഷം ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി എമ്മിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതും വന്നിട്ടില്ല. സോ പക്ഷേ ഇവിടെ എന്നിന് മുമ്പ് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. എന്നിന് മുമ്പ് ഇവിടെ R ആണ്, പക്ഷേ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ഒന്നിലും തന്നെ ലാസ്റ്റിൽ R കാണുന്നില്ല. സോ MRN ഡാഷ്, അതിനുശേഷം ഇവിടെ അപ്പോൾ MRNനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ലാസ്റ്റ് N വരണം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ടിടത്തും R ആണ്, ഇത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ രണ്ടിടത്തും M ആണ്. ഓക്കെ, രണ്ട് ഓപ്ഷനിലും M വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ MRN RMN, MRN RMN, അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. സോ ഇതിൻ്റെ ടേം ഏതായിരിക്കും? MRN, അതിനുശേഷം RM ആൻഡ് N, വീണ്ടും ഇവിടേക്ക് MRN ആൻഡ് RM ആൻഡ് N, അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. അതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ RRNM, സോ RRNM ഓപ്ഷൻ നമ്പർ ബി ആണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഇനി അടുത്ത ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കുറച്ച് ലെറ്റേഴ്സ് ഉള്ളൂ, Xഉം Yയും മാത്രമേ ഉള്ളൂ. -XX, -YX, -YY, -XY, -XXY. ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ -XX ആണ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ല, -XX അല്ല. പക്ഷേ XX കഴിഞ്ഞ് ഇവിടെ Y ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് Yനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സെക്കൻഡ് വരുന്നത് Y ആണ്. അപ്പോൾ ഇതും എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ രണ്ടിലും സ്റ്റാർട്ടിങ് ഏതിലാണ്? Y തന്നെയാണ്.
ഇനി വൈ വൈ, ഇനി സെക്കൻഡ് ലാസ്റ്റ് രണ്ടിലും എക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് നോക്കാം. വൈ എക്സ് എക്സ് വൈ, വീണ്ടും ദ വൈ എക്സ് എക്സ് വൈ, വൈ എക്സ് എക്സ് വൈ ആൻഡ് വൈ എക്സ് എക്സ് വൈ. അപ്പോൾ ഇവിടെ വൈ എക്സ് എക്സ് വൈ, അതിനുശേഷം വൈ എക്സ് എക്സ് വൈ ആൻഡ് വീണ്ടും വൈ എക്സ് എക്സ് വൈ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നിരിക്കുന്ന ആൻസർ ഏതാണെന്ന് നോക്കാം. അങ്ങനെ തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ നമ്പർ ഇത് വൈ ഡബിൾ എക്സ് വൈ, ഡബിൾ എക്സ് വൈ ഓപ്ഷൻ നമ്പർ 3 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് വൈ ഡാഷ് സെറ്റ് ഡാഷ് ഡബിൾ എക്സ് വൈ എക്സ് ഡാഷ് പി എക്സ് ഡാഷ് വൈ എക്സ് സെറ്റ് പി എക്സ് ഡാഷ് വൈ എക്സ് സെഡ് പി എക്സ്. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം. ഏതെങ്കിലും ലെറ്റേഴ്സ് ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്നും വന്നിട്ടില്ല. ഇവിടെ വൈ ഡാഷ് സെഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നത് വൈ എക്സ് സെഡ് ഉണ്ട്, വൈ എക്സ് സെഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഏത് വരണം? വൈ എക്സ് സെഡ് വരും. എക്സ് വെച്ചിട്ട് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് അത് തന്നെ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാം. കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇതിലെ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് പി ആണ്, അതിനുശേഷം സെഡും പിന്നെ എക്സും ആണ് അല്ലേ. നമുക്കിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് വൈ എക്സ് സെഡ് പി, അതിനുശേഷം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വീണ്ടും ഒരു എക്സും കൂടിയുണ്ട്. എക്സ് വൈ എക്സ് സെഡ് പി എക്സ്, എക്സ് വൈ എക്സ് സെഡ് പി എക്സ്, എക്സ് വൈ എക്സ് സെഡ് പി എക്സ്. ഓക്കെ, അപ്പോൾ ഇതാ എക്സ് വൈ എക്സ് സെഡ് പി എക്സ്, വീണ്ടും ഇവിടേക്ക് എക്സ് വൈ എക്സ് സെഡ് പി എക്സ്. അപ്പോൾ അതാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എക്സ് ഡാഷ് പി ഡാഷ് വൈ ഡബിൾ ഡാഷ് പി സെഡ് വൈ ഡബിൾ ഡാഷ് പി സെഡ് വൈ. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്പോൾ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ എക്സ് ഡാഷ് പി ആണ്, ഇവിടെ അങ്ങനെ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി പി ഡാഷ് വൈ ഉണ്ട്, പക്ഷേ ഇവിടെ പി സെഡ് വൈ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സെഡ് ആക്കി എടുക്കാം. സെഡ് ഇവിടെ ഒറ്റ ഓപ്ഷനിലാണ് ലാസ്റ്റ് സെക്കൻഡിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദ എക്സ് വൈ പി സെഡ്, നെക്സ്റ്റ് വൈക്ക് ശേഷം ഇവിടെ എക്സ് വൈ ആണ് വന്നിരിക്കുന്നത്. ഇനി വീണ്ടും ഇവിടേക്ക് എക്സ് വൈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ടേം റിപ്പീറ്റ് ആവുന്നതെന്ന് നോക്കാം. എക്സ് വൈ പി സെഡ്, അതിനുശേഷം വീണ്ടും ദ എക്സ് വൈ പി സെഡ് വൈ, എക്സ് വൈ പി സെഡ് വൈ. സോ എക്സ് വൈ പി സെഡ് വൈ, നെക്സ്റ്റ് വീണ്ടും എക്സ് വൈ പി സെഡ് വൈ ആൻഡ് എക്സ് വൈ പി സെഡ് വൈ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് എക്സ് വൈ എക്സ് എക്സ് ഡാഷ് വൈ എക്സ് വൈ ഡാഷ് എക്സ് വൈ ഡബിൾ വൈ എക്സ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് സോൾവ് ചെയ്യുന്നതാണ് അല്ലേ. അതേ രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് നോക്കുക. ആൻസർ നമ്മൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഇത്രയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻസിലൂടെ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റന് തന്നിട്ടുള്ളൂ, അതെല്ലാവരും മസ്റ്റായിട്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരം കോമെൻസിൽ എഴുതി അറിയിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത സെഷനിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.